ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനും മോനും കൂടി പുറത്ത് പോവാട്ടോ. അവിടെ അടുത്തൊരു പാർക്കുണ്ട്, കിഡ്സിനായിട്ടൊരു പാർക്ക്. അങ്ങോട്ട് പോവാണ്. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവനെ സ്വിങ് ചെയ്യിപ്പിച്ച് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ എല്ലാ ദിവസവും ഒരു മഗ്‌രിബിന് ശേഷമാണ് ഞങ്ങൾ പുറത്ത് പോകല്. ഞാൻ ഇന്നും അവനെ കൊണ്ടുപോകും. എപ്പോഴും ഇങ്ങനെ റൂമിൽ മാത്രമായിട്ടൊന്നും ഒറ്റയ്ക്ക് ഇരിക്കില്ല. അപ്പോൾ അവിടെ ഒരുപാട് കുട്ടികളുണ്ടാവും. കുറച്ചുപേരൊക്കെ പുറത്തായിട്ടൊരു ബന്ധമായതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈമിന് ഞാനൊന്ന് പുറത്തോട്ട് പോകും. അപ്പോൾ ഈ സിഗ്നലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് പാർക്ക്. അത്യാവശ്യം വലിയ പാർക്കാണ്. അവിടെ സ്വിങ്, സ്ലൈഡ്, അങ്ങനെ കുട്ടികൾക്കായിട്ട് കുറച്ച് സാധനങ്ങളുണ്ട് കളിക്കാനായിട്ട്. ഇവിടെ മൊത്തം ഒരു രാത്രിയായതുകൊണ്ട് കാണുന്നില്ല. അതൊരു ഗ്രൗണ്ട് പോലെയാണ്. അവിടെ ഫുട്ബോൾ അങ്ങനെയൊക്കെ കളിക്കാൻ പറ്റിയ വലിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് കുട്ടികൾക്കുള്ള ചെറിയ മക്കളെ സ്വിങ് ഉണ്ട്, പിന്നെ സ്ലൈഡ്, പിന്നെ വേറെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ വലിയ ആൾക്കാരും ഉണ്ടാവും കേട്ടോ. ഒരു ജോഗിങ്ങിന് എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ഈവനിങ് ആകുമ്പോഴാണ് അധികം ആൾക്കാർ. ഇതിപ്പോൾ നൈറ്റാണ്, പകുതി ആൾക്കാരും പോയി. നല്ല ചൂടല്ലേ, കുറച്ച് ആൾക്കാരെ ഇറങ്ങുകയുള്ളൂ. പിന്നെ കുറേ മക്കൾ ഫുട്ബോളൊക്കെ, ക്രിക്കറ്റ് അങ്ങനെ കളിക്കാൻ വേണ്ടി കുറേ മക്കളുണ്ടാവും സ്കൂൾ കഴിഞ്ഞിക്കാണ്ട്. ഇവിടെ വേറെ ഒരു ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ വേറെ ഒരു നെയ്ബർഹുഡ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു ടൈം 10:15 വരെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുവരെ കളിക്കാനും ഇവിടെ ഒരുപാട് മക്കൾ വരലുണ്ട്. അപ്പോൾ എല്ലാ പാരൻസും, അച്ഛനും അമ്മയും എല്ലാവരും മക്കളെയും കൊണ്ട് ഒരു കുറച്ച് നേരം ഇതിലും ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരും. പിന്നെ പല ആൾക്കാരും വെറുതെ സംസാരിച്ചിരിക്കാനൊക്കെ വരലുണ്ട്. കണ്ടു, ഇതാണ് ആ പാർക്കിൻ്റെ ഉള്ളിലത്തെ വ്യൂ. അവിടെ കുറേ പാരൻസ് ഉണ്ട്, മക്കളുണ്ട്. സംസാരിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരും മക്കളെ കളിപ്പിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സിംഗേരിയ അവിടെ ഉണ്ട്. ഈ സ്വിങ്ങിലാണ് ഞാൻ ഈഹാനെ കളിപ്പിക്കുന്നത്. മറ്റിടത്തൊക്കെ ആൾക്കാരുണ്ട്, ഇത് മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ടുള്ളത്. ഞാൻ ഇവിടെ സ്ട്രോളർ നിർത്തിക്കാണ്ട് ബാഗ് മാത്രം കയ്യിൽ പിടിക്കും. അതിൽ ഫോണും ക്യാഷൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് സ്വിങ് ചെയ്യും. അവന് ഭയങ്കര ഇഷ്ടം സ്വിങ് ചെയ്യണേ. ഇടയ്ക്ക് നിർത്തിയാൽ എടുക്കാൻ പറ്റില്ല, എടുക്കുമ്പോൾ കരയും. അങ്ങനെയാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചെങ്കിൽ ഇവന് ഇഷ്ടമല്ല, പേടിയാവുന്ന, പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് കേട്ടോ പാർക്കിൻ്റെ ഫുൾ വ്യൂ. അവിടെ അടിയിൽ മണലെന്തോ അങ്ങനെ എന്തോ ആണ് ഇട്ടിട്ടുള്ളത്. വീണാലും ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ മണലിൽ കുറേ കുട്ടികൾ മണലിൽ കളിക്കുന്നുണ്ട്. കുറച്ചൊക്കെ ആയപ്പോൾ ഞാൻ അവനെ എടുത്ത്, അവനും മതിയായി തോന്നുന്നു, എടുത്തപ്പോൾ ഇത് പോന്നു. ഇതാണ് കേട്ടോ ഫുൾ വ്യൂ. ഒരു നൈറ്റിലായതുകൊണ്ട് വലിയ വെളിച്ചമൊന്നുമില്ല. ഞാൻ പിന്നെ അവനെയും കൊണ്ട് മൊത്തത്തിലൊന്ന് സ്ട്രോളർ എടുത്ത് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്തു. ഇതിൻ്റെ അപ്പുറത്താണ് കേട്ടോ മറ്റേ കോർണിഷ് വരുന്നത്, വാട്ടർ ഫ്രണ്ട് കോർണിഷ് വരുന്നത്. നേരെ ഓപ്പോസിറ്റാണ്. അവനും ഇഷ്ടമാണ് ഇങ്ങനെ സ്ട്രോളറിങ് പോണതും പുറത്ത് കാറ് ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത്. ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റൂമൊക്കെ പോയി. അപ്പോൾ അന്നത്തെ വ്ളോഗ്.